ഒരു കഷ്ണം കപ്പൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറൊരു കറീൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ നമ്മളെ കണ്ണൂർ ഭാഗങ്ങളിൽ ഇതിന് കപ്പക്ക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ കർമൂസ് പപ്പായ എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കർമൂസ് വെച്ചിട്ട് നമ്മൾ സാധാരണ പച്ചടി, അച്ചാർ, അതുപോലെ പുളിങ്കറി, പിന്നെ പരിപ്പിട്ട് വെച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ 1-2 വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതാണ്, അതുകൊണ്ട് ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 എടുത്തത്. നിങ്ങൾക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കപ്പക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പക്ക ഇതുപോലെ നല്ല നേർങ്ങനെ വേണേ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് കനം കൂട്ടി അരിയരുത്. അപ്പോൾ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കുമ്പോഴും ടേസ്റ്റിന് കുറച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണയിൽ. അപ്പോൾ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു വറവിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ തയ്യാറാക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അതും ഒരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ ഒരു കാശ്മീരി മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും ചെറിയ അളവിൽ മാത്രമേ ചേർക്കാതെ കേട്ടോ. കാരണം ഇതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഒരുപാട് അങ്ങനെ സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ചേർത്തതേ ഉള്ളൂ. അതിലും കൂടിയും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല, ആ ഒരു കപ്പക്കേനേക്കാളും കുറച്ച് മേലെ നിൽക്കുന്ന വിധത്തിൽ ചേർത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 1/4 കപ്പ് വരെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് കഴിയുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം. അതുപോലെ നമ്മൾ ഈ ചേർക്കുന്ന കപ്പക്ക കുറച്ച് ചെറിയൊരു മധുരമുള്ള കപ്പക്കയാണെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെത് മധുരമുള്ളതല്ല, അപ്പോൾ നല്ല ഇളം കപ്പക്കയാട്ടോ ചേർത്തത്, അതുകൊണ്ട് ഇതിന് മധുരമില്ല. കുറച്ച് മൂപ്പെത്തിയിട്ട് ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ അടുപ്പത്ത് വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഇത് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് തീ കത്തിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാകും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു ഗ്യാസ് ലാഭിക്കണം എന്നുള്ളവർക്ക് ഇതിൽ നമ്മൾ കുക്കറിൽ വെച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും. പിന്നെ ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് കർമൂസ്, അതായത് കപ്പക്ക നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം. വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ കപ്പക്ക വെച്ചിട്ടുള്ള വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ കപ്പക്ക കിട്ടുമ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്